Boult Rover unboxing കഴിഞ്ഞതിന് ശേഷം കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു റോവർ വാങ്ങിക്കണോ അതല്ല ഡിസോ വാച്ച് ടോക്ക് വാങ്ങിക്കണോ? ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ റോവറിന്റെ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടേക്കോ നമ്മുടെ ഡിസോ വാച്ച് ടോക്ക് പോലെയൊക്കെ ഇരിക്കുന്നുള്ളത് ഫിസിക്കലി മാത്രമല്ല, സത്യം പറഞ്ഞാൽ സ്പെക് വൈസും ഞാനിപ്പോൾ നോക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. ഈവൻ നമ്മുടെ UAE ഉണ്ടല്ലോ, ഞാൻ പലതും ഇതിനകത്ത് എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്ന സംഭവം പോലും ഈ ഒരു ഡിസോ വാച്ച് ടോക്കിലുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഓവ്യൂ കണ്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് വാച്ച് ടോക്ക് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് നോക്കിയല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാതിരുന്നത് കൊണ്ടാണ് ആക്ച്വലി എനിക്കിതൊന്നും മനസ്സിലാവാണ്ടിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ബോൾട്ട് റോവറിന്റെ വീഡിയോ തന്നെ ഇത് പറഞ്ഞേ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ 3499 രൂപ നോർമൽ റേറ്റിലുള്ള ബോൾട്ട് റോവർ വാങ്ങിക്കണോ അതല്ല 4999 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്ന ഡിസോ വാച്ച് ടോക്ക് വാങ്ങിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലുണ്ടാവുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കലി നോക്കുവാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ലൈക്ക് ഒറ്റ നോട്ടത്തിൽ ഒരുപോലെയൊക്കെ ഇരിക്കും. കാരണം രണ്ടും റൗണ്ട് ആണ്, അതുപോലെ തന്നെ ആ ഒരു മെറ്റൽ ബോഡിയാണ്. കൂടാതെ ക്രൗൺ ഫങ്ഷൻസ് പോലും അതിനകത്തുള്ള ആ ഒരു വെട്ട് പോലും ഒരേപോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എന്താ പറയുക, ഒരെണ്ണം ഏറ്റവും മുകളിൽ കാണുന്നത് മെനു ആക്സസ് ചെയ്യാനും, രണ്ടാമത് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് മോഡ് തന്നെയാണ് ഈ രണ്ടെണ്ണത്തിൽ നമുക്കുള്ളത്. പിന്നെ ആ ഒരു കളേഴ്സിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസോട് കൂടിയിട്ടാണ് ഈ ഒരു ബോൾട്ട് റോവർ കിട്ടുക. ഒന്ന് ഫ്ലിപ്പ് സ്ട്രാപ്പ്, രണ്ട് ക്ലാസിക് സ്ട്രാപ്പ്. നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്പ് സ്ട്രാപ്പ് മേടിക്കണമെങ്കിൽ അതിൽ ഗ്രീൻ, ബ്ലാക്ക്, സ്കൈ ബ്ലൂ എന്നിങ്ങനെ 3 സിലിക്കൺ സ്ട്രാപ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് പോയി കണ്ടാൽ മനസ്സിലാവും. ഇനി ക്ലാസിക് സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഓറഞ്ച്, ലെതർ സ്ട്രാപ്പ് എന്നിങ്ങനെ രണ്ട് മോഡൽസിലും, ഒന്ന് സിലിക്കൺ സ്ട്രാപ്പും ഒന്ന് ലെതറും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ രണ്ട് മോഡൽസ് കിട്ടുകയാണെങ്കിൽ ഒരു ക്ലാസിക് സ്ട്രാപ്പിലേക്ക് പോവുക. ഡിസോ വാച്ച് ടോക്കിലേക്ക് വരുവാണെങ്കിൽ ബ്ലാക്ക്, ഗ്രേ എന്നിങ്ങനെ രണ്ട് കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ രണ്ടിലും 22mm സ്ട്രാപ്പ് സൈസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കളറിൽ മോഡലിൽ കൂടുതൽ അങ്ങോട്ട് എന്താ പറയുക ബോദർ ആവേണ്ട ആവശ്യമില്ലെന്ന് പറയത്തുള്ളൂ. കാരണം പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിലോട്ട് അങ്ങോട്ട് വാങ്ങിച്ച് ആഡപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും 22mm സ്ട്രാപ്പ് സൈസ്. ഇതിനകത്ത് ബോൾട്ട് റോവറിലൊക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു മിലാനീസ് മെറ്റൽ ബെൽറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല രസമാണ് കാണാനായിട്ട്. സോ ഏതൊരു മോഡലാണെങ്കിൽ പോലും, ഇപ്പോൾ ഓഷൻ സ്ട്രാപ്പ് ആയിക്കോട്ടെ, മിലാനീസ് മെറ്റൽ ആയിക്കോട്ടെ, അതല്ല സിലിക്കൺ സ്ട്രാപ്പിലുള്ളതിന് പല ഡിഫറൻറ്റ് മോഡൽസ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstoreലേക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.3 ഇഞ്ച് ഹൈ റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് നമ്മുടെ ബോൾട്ട് റോവർ വരുന്നെങ്കിൽ, ഡിസോ വാച്ച് ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 1.3 ഇഞ്ച് അൾട്രാ ഷാർപ്പ് AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ട്. ആകെ ഉള്ളൊരു ഡിഫറൻസ് ഞാനിവിടെ കണ്ടത് ഹൈ റെസൊല്യൂഷൻ റോവറിൽ വരുമ്പോഴത്തേക്ക് അൾട്രാ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് വേർഡ്സ് മാത്രമാണ്, അല്ലാണ്ട് വേറെ വ്യത്യാസമില്ല. AMOLED ആയതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ഓൾവൈസ് സൗണ്ട് ഡിസ്പ്ലേ ഉണ്ട്. ഓൾവൈസ് സൗണ്ട് ഡിസ്പ്ലേ അല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ബോൾട്ട് റോവറിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസോ വാച്ച് ടോക്കിലും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു റോവറിൽ കണ്ടെന്നുള്ളൂ. ഡിസോ വാച്ച് ടോക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് നോക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് നോളജ് ആയിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. എന്തായാലും ഇതിനകത്ത് രണ്ടിലും അതുപോലെ തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഓൾവൈസ് ഓൺ ഡിസ്പ്ലേക്ക്. അതായത് നമുക്ക് 5 മിനിറ്റ് മാത്രം ഇങ്ങനെ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ കത്തി കിടന്നാൽ മതിയോ, അല്ല 10 മിനിറ്റോ ഏതുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ആ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ രണ്ടെണ്ണത്തിലൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ 360x360 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ രണ്ടെണ്ണത്തിലും. അതുപോലെ തന്നെ 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ബോൾട്ട് റോവറിൽ വരുമ്പോഴത്തേക്ക് 500 നിറ്റ്സ് മാത്രമാണ് ഡിസോ വാച്ച് ടോക്കിലേക്ക് വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ഒരു 100 പടി, ഒരു 100 നിറ്റ്സ് കൂടുതൽ തന്നെയാണ് നമ്മുടെ ബോൾട്ട് റോവറിൽ. ഈ ഒരു 100 ആണെങ്കിൽ പോലും 600 നിറ്റ്സ് ആണെങ്കിലും 500 നിറ്റ്സ് ആണെങ്കിലും നമ്മൾ 100% അപ്പ് ചെയ്യുവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങളിപ്പോൾ പുറമെയാണ് കൂടുതൽ ജോലി ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു 600 നിറ്റ്സ് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. പിന്നെ ഡിസോ വാച്ച് ടോക്കിൽ കൂടുതൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 392 ഹൈ PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. പക്ഷേ ബോൾട്ട് റോവറിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ആക്ച്വലി ഇതിൽ ബോൾട്ട് റോവറിൽ പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു പടി ജസ്റ്റ് ഒന്ന് മുമ്പിൽ ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബോൾട്ട് റോവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി 150+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഈ രണ്ടെണ്ണത്തിലും കാണാം. ഇപ്പോൾ 150 ആയാലും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ 500 ആണെങ്കിലും 1000 ആണെങ്കിലും നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ നമ്മൾ പിന്നെ അതങ്ങോട്ട് ഈ ഒരു ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസിലേക്കൊന്നും പോകാനേ ചാൻസ് ഇല്ല. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഇതിലൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസിൽ ഒന്നും ഡൗൺലോഡും ചെയ്തിട്ടില്ല, ഇൻസ്റ്റാളും ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ ഇഷ്ടമുള്ളൊരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഇനി സ്പോർട്ട് മോഡിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞത് ഇതിന് രണ്ടിലും ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്പോർട്സ് മോഡുണ്ട്. 100+ സ്പോർട്സ് മോഡ്സ് നമുക്ക് ബോൾട്ട് റോവറിൽ അവൈലബിൾ ആകുമ്പോഴത്തേക്ക് 110 മുകളിൽ സ്പോർട്സ് മോഡ്സ് നമ്മുടെ ഡിസോ വാച്ച് ടോക്കിലേക്ക് വരുന്നു.
ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു 10 എക്സ്ട്രാ അതിലുണ്ടെങ്കിൽ പോലും നമ്മൾ പൊതുവേ എന്താ പറയുക ബേസിക്കായിട്ട് ചെയ്യുന്ന സ്പോർട്ട് മോഡ് എല്ലാം തന്നെ ഇതിനകത്ത് രണ്ടെണ്ണത്തിലും ഉണ്ടെന്നുള്ളൊരു വേറൊരു സംശയമില്ല. ബ്ലൂടൂത്ത് വേർഷൻ കണക്ടിവിറ്റിയുടെ കാര്യമുണ്ട് 5.2 തന്നെയാണ് കേട്ടോ ഈ രണ്ടെണ്ണത്തിലും. സോ ആ ഒരു എന്താ പറയുക കോളുകൾ എല്ലാം വന്നാലും നമുക്ക് അതിനകത്ത് എപ്പോഴും ഓൾവേസ് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. എന്തായാലും ബോൾട്ട് റോവറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കോൾ പോലും ഇതുവരെ മിസ്സായിട്ടില്ല കേട്ടോ. കാരണം ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാച്ച് എൻ്റെ ടേബിളിലുണ്ടാവും. സോ എന്താ പറയുക ഏതൊരു കോൾ ഇതിനകത്ത് വരുമ്പോഴും നമ്മുടെ മൊബൈലിൽ വരുന്നതിന് മുന്നേ അതിനകത്ത് വൈബ്രേറ്റ് ആവും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ബോൾട്ട് റോവർ വരെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് തന്നെയാണ് രണ്ടെണ്ണത്തിലും. എന്താ പറയുക നമ്മുടെ ഡിസോ വാച്ച് ടോക്കിൽ വാഷബിൾ എന്നാണ് ഇരിക്കുന്നത്. വാഷബിൾ എന്ന് മീൻസ് ഇത് തന്നെയാണ് IP68 തന്നെയാണ്. മറ്റേതിനകത്ത് IP68 തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ വാഷ് ചെയ്താലും അതല്ല അത്യാവശ്യം നല്ല ഹെവി റെയിലിൽ നമ്മൾ ഇത് കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് പോയാലും ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് എന്ന് വെച്ചാൽ 1 വർഷം ഇതിന് രണ്ടെണ്ണത്തിന് വാറൻറ്റി ഉണ്ട്. എന്നാൽ വാറൻറ്റി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മുൻകൂട്ടി ചിന്തിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റി ഇട്ടിട്ടുണ്ട് റോവർ വരിക. അപ് ടു 7 days ആണ് കമ്പനി ആവശ്യപ്പെടുന്ന ബാറ്ററി ലൈഫ് ഇപ്പം നോർമൽ യൂസ് ആണെങ്കിൽ. എന്നാൽ നമ്മൾ AOD വർക്ക് ഓൺ ആക്കിയിട്ടു അതുപോലെ തന്നെ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 4 ദിവസത്തേക്ക് അപ് ടു 4 daysലേക്ക് കുറയും. 2 മണിക്കൂറാണ് ചാർജിങ് ടൈമും കമ്പനി അവകാശപ്പെടുന്നത്. ഡിസോ വാച്ച് ടോക്കിലേക്ക് വരണമെങ്കിൽ അപ് ടു 10 days ആണ് ബാറ്ററി ലൈഫ്. അത്യാവശ്യം നല്ല ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അപ് ടു 5 daysലേക്ക് പോകും. 2 മണിക്കൂർ തന്നെയാണ് അവിടെയും 100% ചാർജ് ആകുന്നത്. ഓൾമോസ്റ്റ് എന്താ പറയുക ഈ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഡിസോ വാച്ച് ടോക്കിൽ കുറച്ചുകൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവണം. പക്ഷെ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അതല്ല 300 mAh തന്നെ കാണുള്ളൂ അറിയാൻ വയ്യ. നമ്മളെന്തായാലും ഇതൊക്കെ പലരും നോക്കാൻ പോകുന്നില്ല. ഈ ഒരു 10 ദിവസമാണോ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ 7 ദിവസമാണോ ബാറ്ററി ലൈഫ്. നമ്മൾ പിന്നെ എന്താ പറയുക ബാറ്ററി പെട്ടെന്ന് കുറയുമ്പോഴത്തേക്ക് എടുത്ത് ചാർജ് ചെയ്യും. ഇതാണ് നോർമലി നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ കൂടുതൽ ആ ഒരു 10 days 7 days അങ്ങോട്ട് കൂടുതൽ ബോധർ ചെയ്യേണ്ടതേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു ബോൾട്ട് റോവറും അതുപോലെ തന്നെ ഡിസോ വാച്ച് ടോക്കും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ ഏത് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈ 2 പ്രോഡക്റ്റുകളിലും. പക്ഷേ ഇതിൽ രണ്ടിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? റേറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമ്മുടെ ബോൾട്ട് റോവർ വന്നത്. എന്നാൽ 3799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലായിരുന്നു ഡിസോ വാച്ച് ടോക്ക് വന്നത്. 4999 നോർമൽ റേറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ 3899 രൂപയാണ്. എന്നാൽ ബോൾട്ട് റോവറിലേക്ക് വരുവാണെങ്കിൽ 2999 വന്ന പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഒരു ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് നമ്മൾ നടക്കുന്നുണ്ട് 2999 ഉണ്ട്. എന്നാൽ 3499 മുകളിൽ പോകത്തില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആണെങ്കിലും അതല്ല നമ്മുടെ ഓഫറുകളിലാണെങ്കിലും ഇനി അതല്ല നോർമൽ റേറ്റിലാണെങ്കിലും ഉറപ്പായിട്ടും ആ ഒരു ബഡ്ജറ്റ് വൈസ് നമ്മുടെ ബോൾട്ട് റോവർ തന്നെയാണ് ബെറ്റർ. പിന്നെ സർവീസ് എന്ന് പറയുന്നത് പണ്ട് ബോൾട്ടിന് മോശമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് വീട്ടിൽ സാധനം വരും. അവിടെ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ ഡിസോ വാങ്ങിക്കുവാണെങ്കിലും ബോൾട്ട് മേടിക്കുവാണെങ്കിലും നമ്മളൊക്കെ എന്താ പറയുക എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ ബ്രാൻഡിൽ മാത്രമാണ് ആകെ ഉള്ളൊരു ചെറിയൊരു ഇതെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഡിസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 3500 അല്ലെങ്കിൽ 4000 രൂപ കൊടുത്തിട്ട് ഡിസോ വാച്ച് ടോക്ക് വാങ്ങിച്ചുള്ളൂ. ഇനി അതെല്ലാം നമുക്ക് ബോൾട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 3500 രൂപ അല്ലെങ്കിൽ 3000 രൂപ കൊടുത്തിട്ട് ബോൾട്ട് റോവർ വാങ്ങിക്കാം. ഉറപ്പായിട്ട് നമ്മൾ ബോൾട്ട് റോവർ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളതാണ് ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് റോവർ ആണോ അതല്ല ഡിസോ വാച്ച് ടോക്ക് ആണോ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുക എന്നുള്ളൊരു ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോ കമന്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.